اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث في كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس اتقوا الله عباد الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആത്മീയമായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് കാരുണ്യവാനായ നാഥൻ അനുവദിച്ചു തന്ന സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ, ഈദുൽ ഫിത്തറിൻ്റെ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദയംഗമമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, അതിയായ സന്തോഷത്തിൻ്റെ ഒരു ധന്യ സാന്നിധ്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. മനുഷ്യരായ നാം ഇല്ലായ്മയിൽ നിന്ന് ജന്മം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സന്തോഷകരമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരാണ്. നാം കുടിക്കുന്ന വെള്ളവും നാം ശ്വസിക്കുന്ന വായുവും നാം കഴിക്കുന്ന ഭക്ഷണവും നാം വസിക്കുന്ന വീടും ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത് നമ്മുടെ സ്രഷ്ടാവായ ഏകനായ നാഥനാണ്. ആ നാഥനോട്, റബ്ബിനോട്, അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ കടമപ്പെട്ടവരാണ് മുഴുവൻ മനുഷ്യരും. ആ നന്ദി പ്രകടനം ആരാധനയിലൂടെയാണ് നിർവഹിക്കേണ്ടത്. ആ ആരാധനകളിൽ പരമപ്രധാനമാണ് പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം അഥവാ നോമ്പ്. നോമ്പിന് അറബിയിൽ പറയുന്ന പേര് സൗം എന്നാണ്. അതിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു വെക്കുക എന്നതാണ്. ജീവിതത്തിൽ പിടിച്ചു വെക്കാൻ ശീലിക്കലാണ് നോമ്പ്. വികാരങ്ങളെ പിടിച്ചു വെക്കാൻ, ചിന്തകളെ പിടിച്ചു വെക്കാൻ, ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കാൻ. എൻ്റെ സൃഷ്ടാവായ റബ്ബിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്ന നിലക്ക് മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് ജീവിതത്തിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കാനുള്ള പരിശീലനമാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലൂടെ നാം നേടിയെടുത്തിട്ടുള്ളത്. ഈ നോമ്പ് പരലോകത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കർമ്മമാണ്. സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത വിചാരണയുടെ നാളിൽ റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളതാണ് നമ്മുടെ നോമ്പ്. ആ നോമ്പിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ആത്മീയമായ ഔന്നത്യം, ആത്മീയോത്കർഷം വരുന്ന കാലങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ നിലനിർത്താൻ സാധിക്കുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമുള്ളത്. തീർച്ചയായും നോമ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. സ്വന്തത്തിന്റെ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയും സൃഷ്ടാവായ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ അടിയറ വെക്കാനുള്ള പരിശീലനമാണ്. ഇത് ഭാവി ജീവിതത്തിലും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നതിലാണ് നോമ്പിന്റെ വിജയമുള്ളത്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ, ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ, സൃഷ്ടാവിന്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ എൻ്റെ ഇച്ഛയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളത് ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കാൻ ആ നിലക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ നോമ്പ് നമുക്ക് ഫലവത്തായി തീർന്നു. രണ്ട്, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മാസത്തിന്റെ പുണ്യത്തിന്റെ കാരണം നമുക്കറിയാം. അള്ളാഹുവിന്റെ വചനം, വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറിവിന്റെ സാഗരമാണ് ഖുർആൻ. മനുഷ്യന്റെ അകക്കണ്ണ് തുറക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ജീവിതത്തിലെ ഇരുട്ടുകളിൽ വെളിച്ചം നൽകുന്ന പ്രകാശമാണ് ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ കർമ്മ മേഖലകളിലും, ഭാവി ജീവിതത്തിലും വെളിച്ചം നൽകേണ്ടത് ഈ റമദാനിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത ഖുർആൻ ആകണം. ഇനിയുള്ള നാളുകളിലും ആ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. പരലോകത്ത് വന്നു കഴിഞ്ഞാൽ നോമ്പിനോടൊപ്പം തന്നെ നമുക്ക് സാക്ഷി പറയുന്നതായി പ്രവാചകൻ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം നാം ഈ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഖുർആനാണ്. പരിശുദ്ധ മാസത്തിൽ എത്രത്തോളം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടുവോ ആ ബന്ധം കണ്ണിയറ്റുപോകാതെ
ഇനിയുള്ള നാളുകളിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അതോടൊപ്പം അന്യന്റെ വിശപ്പിന്റെ വേദന നമ്മൾ തിരിച്ചറിഞ്ഞു, എരിയുന്ന വയറിന്റെ പട്ടിണിയുടെ വേദന നാം തിരിച്ചറിഞ്ഞു. നോമ്പിലൂടെ നമുക്കിടയിൽ ജീവിക്കുന്ന പരശതം മനുഷ്യരുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ. അവരെ ഇനിയും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം, അവരുടെ പട്ടിണിയുടെ വേദന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അള്ളാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്ത്. എന്നതാണ് ഖുർആനിന്റെ ശൈലി. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുക എന്നല്ല, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുക എന്നത്. ഇന്നലെ അത് നമ്മുടേതായിരുന്നില്ല, ഇന്ന് അത് നമ്മുടേതാണ്, നാളെ അത് നമ്മുടേതാകണമെന്നില്ല. ഈ ശ്വാസം നിലച്ചാൽ നമ്മുടെ മക്കളും അനന്തരാവകാശികളും അവരുടെ സ്വന്തമാക്കുന്നതാണ് ഈ സമ്പത്ത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദാനമായ സമ്പത്തിൽ നിന്ന് സമൂഹത്തിലെ അർഹരായ ആളുകൾക്ക് അതിന്റെ വിഹിതം നൽകാനുള്ള പരിശീലനം കൂടിയാണ് ഈ നോമ്പിലൂടെ നാം നേടിയെടുത്തത്. പൂർവോപരി മനുഷ്യ സ്നേഹത്തിന്റെ പാഠം, ജീവിത പാഠം നാം അനുഭവിച്ചറിഞ്ഞു, മനസ്സ് ശുദ്ധമാക്കി സമ്പൂർണമായ വിശുദ്ധീകരണത്തിന്റെ ഒരു മാസം നമ്മൾ പിന്നിട്ടു. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്, വലാ തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. പ്രയാസപ്പെട്ട് നൂലുനൂറ്റ ശേഷം അതിലെ പിരിയുടച്ച് കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്ന്. 29 ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈമാനിന്റെ കരുത്ത്, വിശ്വാസത്തിന്റെ ശക്തി, അത് പെരുന്നാളിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ ഈ നോമ്പ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ ആഘോഷത്തിൽ പരിമിതി ഉണ്ടാകണം, നമ്മുടെ ആഹ്ലാദത്തിൽ പരിമിതി ഉണ്ടാകണം. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭം ലോകത്ത് പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങൾ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തെ ഭീകരതയുടെ പര്യായമായ ഇസ്രായേൽ എന്ന രാഷ്ട്രം, അവർ കോശാന പാടുന്ന ഭീകര രാഷ്ട്രമായ അമേരിക്ക, ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഇറാൻ എന്നൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കശാപ്പ് ചെയ്യുകയും അക്രമം അഴിച്ചുവിടുകയും തുടർന്നുണ്ടായി തീർന്ന ലോക സമാധാനം നഷ്ടപ്പെടുന്ന ഒരു യുദ്ധ സാഹചര്യം. നമ്മെപ്പോലെ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടാൻ GCC രാഷ്ട്രങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് സാധ്യമായി തീർന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, സമാധാനമുള്ള ഒരു അന്തരീക്ഷം തിരിച്ചു നൽകാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരുണ്യവാനായ നാഥ, തിന്മയുടെ ശക്തികളെ നീ പരാജയപ്പെടുത്തണമേ. വിശ്വാസികളായ മുഴുവൻ സഹോദരങ്ങൾക്കും നീ വിജയവും കരുത്തും പ്രദാനം ചെയ്യണമേ നാഥ. ലോകത്തിന്റെ സമാധാനം നിലനിർത്തി തന്നുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. സഹോദരങ്ങളെ, ഇത് പെരുന്നാളിന്റെ സുദിനമാണ്, ഇത് സ്നേഹത്തിന്റെ സുദിനമാണ്, ഇത് സന്തോഷത്തിന്റെ സുദിനമാണ്. തകർന്നുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യത്വം അത് വളരെ പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനമായ ഒരു തലമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുടുംബ ബന്ധം അല്ലാഹുവിന്റെ സിംഹാസനവുമായി ബന്ധിതമാണ്. അതുകൊണ്ട് വമൻ വസലഹാ വസലഹുല്ലാഹ്, ആര് കുടുംബ ബന്ധം ചേർത്തുവോ അവൻ അല്ലാഹുവിനോടുള്ള ബന്ധം ചേർത്തു. വമൻ ഖതഅഹാ ഖതഅഹുല്ലാഹ്, ആര് കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞുവോ അവൻ അല്ലാഹുവിനോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞു. ബന്ധത്തെ ചേർക്കുക പരമപ്രധാനമാണ്. ഇന്നത്തെ ദിവസം, കഴിഞ്ഞ കാലങ്ങളിൽ പല കാരണങ്ങളാൽ നിസാരമായ പല പ്രശ്നങ്ങളുടെയും പേരിൽ നമ്മൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടാകാം. പാപമാണത്, അള്ളാഹുവിന്റെ കോപമുണ്ടാകുന്ന കാര്യമാണ്. ആ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങോട്ട് ചെന്ന് സലാം പറയണം. 10-20 കൊല്ലം ഒന്നിച്ചു കച്ചവടം ചെയ്തിട്ടുള്ള ആളുകൾ നിസാര പ്രശ്നത്തിന്റെ പേരിൽ തെറ്റിപ്പിരിയുന്നു. ഒരേ പായിൽ കിടന്ന, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരേ ഉമ്മയുടെ ഉപ്പയുടെ മക്കൾ നിസാരമായ സ്വത്ത് പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റിപ്പിരിയുന്നു. എന്നിട്ട് എല്ലാവരും കൈയുയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ എന്നോട് പൊറുക്കണമേ എന്ന്. സഹോദരങ്ങളെ, എങ്ങനെയാണത് സാധ്യമായി തീരുക? അവനോട് ഞാൻ പൊറുക്കില്ല എന്ന് പറയുന്ന നമ്മൾ, അവളോട് ഞാൻ പൊറുക്കില്ല എന്ന് നമ്മൾ പറയുന്ന നമ്മൾ എങ്ങനെയാണ് അല്ലാഹുവിനോട് പൊറുക്കണമേ എന്ന് ആവശ്യപ്പെടുക? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലിന്റെ സതീർത്ഥ്യൻ, വിശ്വാസത്തിന്റെ മാതൃക. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ആളുകളുടെ ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലും അബൂബക്കർ
അബൂബക്കറിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ വെച്ചാൽ തുലാസിന്റെ തട്ടായിരിക്കും ഭാരം തൂങ്ങുക എന്ന്. ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഉപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഉപ്പയുടെയും വികാരമാണ് മകൾ. സ്വന്തം പുത്രിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്കെതിരെ അപവാദ പ്രചരണം നടന്നപ്പോൾ ആ അപവാദ പ്രചരണത്തിൽ തന്റെ കുടുംബക്കാരനും തന്നിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവനുമായ മിസ്തഹ് എന്ന ആള് പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഏതൊരുപ്പയുടെയും വികാരം, മേലിൽ മിസ്തഹിന് ഞാൻ സഹായം കൊടുക്കില്ല എന്ന്. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ ആയത്തിറക്കിയിട്ട് അള്ളാഹു തിരുത്തുന്നത്. നിങ്ങളിലുള്ള റബ്ബിന്റെ ഔദാര്യം ലഭിച്ചിട്ടുള്ള ആളുകൾ, അശരണരായ ആളുകൾക്കും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മുഹാജിറുകൾക്കും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന സഹായം ഇനി നൽകില്ല എന്ന് ശപഥം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ അവസാനം അള്ളാഹു ചോദിച്ചു, എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾക്ക് പുറത്തുകൂടാ? അതുകൊണ്ട് ഈഗോകൾ മാറ്റിവെച്ച്, സങ്കുചിത ചിന്തകൾ മാറ്റിവെച്ച്, ഹൃദയത്തെ ശുദ്ധമാക്കി ആശ്ലേഷങ്ങളിലൂടെ, ഹസ്തദാനങ്ങളിലൂടെ, പുഞ്ചിരികളിലൂടെ തകർന്ന ബന്ധങ്ങളുടെ കണ്ണികളെ വിളക്കി ചേർക്കാൻ ഈ പരിശുദ്ധമായ ദിനത്തെ നമ്മൾ ഉപയോഗിക്കുക. സ്നേഹത്തിന്റെ സന്ദേശം അത് വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്തിലാണ്. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തെ മഹത്തരമായ ഭരണഘടനയാണ്. ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ പോലെ വിവിധ മതവിശ്വാസികൾ വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ വർഗീയത എന്നത് ഈ രാജ്യത്തിന്റെ വിഷവിത്താണ്. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായാൽ അതിന്റെ നാശം, അതിന്റെ ദുരന്ത ഫലം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ്. അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതപരമായ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം അന്യരെ ആദരിക്കാൻ, അന്യനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പെരുന്നാളിന്റെ സുദിനം തീർച്ചയായും അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കോഴിക്കോടിന് മഹത്തായൊരു പാരമ്പര്യമുണ്ട്, കല്ലായിക്ക് മഹത്തായൊരു പാരമ്പര്യമുണ്ട്. രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ നേതാക്കളുടെ പാദസ്പർശമേറ്റ മണ്ണാണിത്. വിശ്വാസരംഗത്ത് അടിയുറച്ചു നിൽക്കുമ്പോഴും പരസ്പര സൗഹാർദ്ദത്തിന്റെ മഹത്തരമായ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത മണ്ണാണ് കോഴിക്കോടിന്റെ മണ്ണ്. ആ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഇനിയും നിലനിർത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മിൽ അർപ്പിതമായ മഹത്തായ ഓരോ ബാധ്യതയും നാം നിറവേറ്റണം. ഈ പെരുന്നാളിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് ചര്യകളുണ്ട്. പരസ്പരം ആശ്ലേഷിച്ച് ഹസ്തദാനം നടത്തി തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതൃക സഹാബത്ത് ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടി ചെയ്ത കാര്യമാണ്. നമ്മളത് പകർത്തണം. അതുപോലെ തന്നെ സന്ദർശനങ്ങൾ, പരസ്പര സന്ദർശനങ്ങൾ, ആ സന്ദർശനത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഉണ്ടാകാൻ പാടില്ല. അയാൾ നല്ല ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളവനാണ്, ബന്ധം കാത്തു സൂക്ഷിച്ചാൽ അതെനിക്ക് ഉപകാരപ്പെടുമെന്ന ഭൗതിക ചിന്തയല്ല. അയാൾ ഒരു മനുഷ്യനാണ്, വേദനിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. എന്റെ സാന്നിധ്യത്തിലൂടെ കുളിരു പകരാൻ എനിക്ക് സാധ്യമാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ഒരു സഹോദരനെ സന്ദർശിച്ചാൽ തിരിച്ചു വരുന്ന വഴിയിൽ നിന്നുകൊണ്ട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, എന്ത്? നീ എങ്ങനെ ആ സഹോദരനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരി നിന്റെ റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലക്ക് വഴിയിൽ വെച്ചുകൊണ്ട് അറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പരസ്പര സന്ദർശനത്തിന് വേണ്ടി ഈ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുക. മറ്റൊരു സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞാൽ സദീർഥൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയിട്ട് തന്റെ ശിരോവസ്ത്രം എടുത്ത് ആ ശിരോവസ്ത്രത്തിന്റെ ഒരറ്റം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് ധനം ശേഖരിച്ചു. കണ്ട സ്വഹാബികൾ ചിലർ ചോദിച്ചു, പെരുന്നാൾ ദിനത്തിലും സക്കാത്തോ എന്ന്. അല്ല, അവർ തന്നെ മറുപടി നൽകി, ഇത് സ്വതക്കയാണ്, പ്രവാചക ചര്യയാണ് പെരുന്നാൾ ദിനത്തിലെ സ്വതക്ക എന്നുള്ളത്. ഇന്ന് ഈ ഈദ്ഗാഹിൽ ഇവിടെ പിരിഞ്ഞു പോകുമ്പോൾ ആ സുന്നത്ത്, ആ മാതൃക നാം നടപ്പാക്കുക. ഇവിടെ വലിയ ചെലവുണ്ട്, അത് കഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ളതാണ്. സ്വർഗം നിർണയിക്കുന്ന പ്രധാന ഘടകമാണ്. നമ്മളിവിടെ നമസ്കാരത്തിലെ പാരായണത്തിലും കേട്ടു, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മനുഷ്യരിൽ നിന്ന് പ്രതിഫലമോ നന്ദിയോ ആഗ്രഹിച്ചല്ല, മറിച്ച് റബ്ബിന്റെ
അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇത് നൽകുന്നത് എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദാനം നൽകുന്നവർ, അവർക്ക് മുമ്പിൽ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ചര്യം നാം നിറവേറ്റുക. സഹോദരങ്ങളെ, നമുക്കിടയിൽ വൃദ്ധരായ ഒരുപാട് ആളുകളുണ്ട്. വാർദ്ധക്യം എന്നൊരു സാമൂഹിക പ്രശ്നമാണ്. മാതാപിതാക്കൾ മനസ്സ് നെരിപ്പോടായി ജീവിക്കുന്ന ദുരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം ആവശ്യമാണ്. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ഇസ്രായിലൂടെ റബ്ബ് കൽപ്പിച്ചത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതെ, നമ്മളാക്കി മാറ്റിയതിന് പിന്നിൽ രണ്ട് വ്യക്തികളുണ്ട്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ഉറക്കമിളക്കൽ, അവരുടെ പട്ടിണി, അവരുടെ സഹനം, അതാണ് നമ്മളാക്കി മാറ്റിയത്. ആ ഉപ്പയുടെ മുതുക് വളഞ്ഞു പോയത്, ആ ഉമ്മ ഇത്രയേറെ ശോഷിച്ചു പോയത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷം പകരാൻ ഇന്നും ഇനിയുള്ള നാളുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നാൽ രോഗിയായി കിടക്കുന്ന അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കുക, അവരോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകളെ സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്നെ എങ്ങനെ അവർ സംരക്ഷിച്ചുവോ അതുപോലെ നീ അവരോട് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ദിവസവും വരുന്ന ദിവസങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്കൊരു ബാധ്യതയുണ്ട്. സമൂഹത്തിലെ മാറ്റത്തിന്റെ ചാലക ശക്തിയായി മാറിയിട്ടുള്ളവരാണ് യുവാക്കൾ. പക്ഷേ ഇന്ന് യുവതയുടെ ശക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് സ്വപ്ന ലോകത്ത് കഴിയുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നൽകിയ ഔദാര്യമാണ് യുവത്വം. അള്ളാഹു നൽകിയതാണ് നമ്മുടെ പേശീബലം. അള്ളാഹു നൽകിയതാണ് നമ്മുടെ സാമ്പത്തിക ശേഷി. അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഒരു സംഘം ചെറുപ്പക്കാർ അന്ത്യനാൾ വരെ വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നവരുടെ ചരിത്രം എന്തേ കാരണം? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച യുവാക്കളായിരുന്നു അവർ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റ്. തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസത്തിന്റെയും ജീർണതകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ഒട്ടനവധി ലഹരി വസ്തുക്കളുടെയും ഒക്കെ വ്യാപനം സമൂഹത്തിൽ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അല്ലാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചകന്റെ ചര്യയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രബോധന രംഗം അത് നമ്മുടെ ബാധ്യതയാണ്. യുവത്വത്തിന്റെ കർമ്മശേഷി നന്മക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ ലോകത്തേക്ക് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. മാതാപിതാക്കളുടെ കരലാളനെ ഏറ്റാണ് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത പഠനമാണ്. വിശാലമായ ജ്ഞാനത്തിന്റെ സാഗരം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനം മതപരമായ പഠനമാണ്. QHLS ക്ലാസുകളിൽ, മദ്രസകളിൽ, വിദ്യാലയങ്ങളിൽ പോയി അറിവിന്റെ മധു നുകരാനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അമിതമായ ഫോൺ ഉപയോഗം, മൊബൈൽ ഉപയോഗം നിങ്ങളുടെ ജീവിതത്തെ തകർക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളായി തീരട്ടെ. അങ്ങനെ മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്ന, ദാമ്പത്യം മാതൃകാപരമായി മുന്നോട്ട് നീങ്ങുന്ന, മക്കൾ മാതൃകാപരമായി വളർന്നു വരുന്ന ഒരു വീടിന്, ഒരു കുടുംബത്തിന് അസ്ഥിവാരമിടാൻ വേണ്ടി നമ്മൾ പണിപ്പെടുക. അതോടൊപ്പം സാമൂഹികമായ നമ്മുടെ ബാധ്യത, തിന്മകൾക്കെതിരെ ഇവിടെ നമ്മൾ നിന്നു ഒറ്റക്കെട്ടായി. കാരണം നമ്മെ ഐക്യപ്പെടുത്തുന്നത് എന്താണ്? നമ്മെ ഐക്യപ്പെടുത്തിയത് നമസ്കാരം ആരംഭിക്കുന്നവരെ നമ്മൾ ചൊല്ലിയ ആ വചനങ്ങളാണ്. എന്താണ് ആ വചനത്തിന് അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ, അല്ലാഹു ആകുന്നു ഏറ്റവും മഹാൻ, അല്ലാഹു ആകുന്നു ഏറ്റവും മഹാൻ. അത് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് നമ്മുടെ കച്ചവടം അല്ലാഹുവിനേക്കാൾ വലുതാകാൻ പാടില്ല. അഥവാ അല്ലാഹു പറഞ്ഞതിന് വിരുദ്ധമായി പൂഴ്ത്തിവെപ്പ് നടത്തുന്ന, കരിഞ്ചന്ത നടത്തുന്ന, പലിശയിലൂടെ കെട്ടിപ്പടുക്കുന്ന കച്ചവടമായി നമ്മുടെ കച്ചവടം മാറാൻ പാടില്ല. നമ്മുടെ ലൈംഗിക ജീവിതം അല്ലാഹു പറഞ്ഞതിന് അപ്പുറത്താകാൻ പാടില്ല. നമ്മുടെ സാമൂഹിക ജീവിതം അല്ലാഹു കൽപ്പിച്ചതിന് അപ്പുറമാകാൻ പാടില്ല. ഈ അല്ലാഹു അക്ബർ എന്ന വചനം തീച്ചൂളയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കരുത്ത് നൽകിയ വചനമാണ്.
ചുട്ടുവെള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഫിറഔനിന്റെ പത്നി ആസിയ റളിയല്ലാഹു തആല അൻഹാക്ക് കരുത്ത് നൽകിയ വചനമാണ്. പാറക്കല്ല് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വലിച്ചിഴക്കപ്പെട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കരുത്ത് നൽകിയ വചനമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കടം കൊണ്ട് വലയുമ്പോൾ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, ഏത് പ്രതിസന്ധിയുടെ തീച്ചുളയിലും നമ്മുടെ മനസ്സിന് കരുത്തു നൽകുന്നതാകണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്നു ഏറ്റവും മഹാൻ. കത്തുന്ന തീയുടെ കത്തുക എന്ന സ്വഭാവത്തെ മാറ്റി ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാവുക എന്ന് തീയോട് കൽപ്പിച്ചുകൊണ്ട് എരിയുന്ന തീയെ ഇബ്രാഹിം നബിക്ക് രക്ഷയായി നൽകിയവനാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്. മരുഭൂമിയിൽ നിസ്സഹായനായി നിന്ന മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഇണയെയും കുടുംബത്തെയും തൊഴിലും നൽകിയവനാകുന്നു റബ്ബ്. ബദറിന്റെ രണാങ്കണത്തിൽ വിരലിലെണ്ണാവുന്ന അനുയായികളുമായി പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുന്ന പ്രവാചകന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചവനാകുന്നു റബ്ബ്. ആ റബ്ബുണ്ട് എന്റെ കൂടെ എന്ന വിശ്വാസത്തിനപ്പുറം ഒരു മനുഷ്യന് മനസ്സമാധാനം നൽകുന്ന മറ്റൊരാശയവുമില്ല. അതുകൊണ്ട് ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബറിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം നാം നെഞ്ചിലേറ്റുക, മുറുകെ പിടിക്കുക. സഹോദരങ്ങളെ, ഏത് പരീക്ഷണ ഘട്ടത്തിലും അത് നമുക്ക് ശക്തി നൽകിക്കൊണ്ടേയിരിക്കട്ടെ. നാം നേടിയെടുത്ത ഒരു മാസക്കാലത്തെ മുഴുവൻ ആത്മീയ ഔന്നത്യവും ഈമാനിന്റെ കരുത്തും ഒരൽപ്പം പോലും ചോർന്നു പോകാതെ ഇനിയുള്ള ജീവിതത്തിലും തുടർന്നങ്ങോട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് വരാനിരിക്കുന്ന ഒരു ദിനമുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ അതിഥികളായി ക്ഷണിച്ച ആളുകളായിരിക്കാം. ഒരു പക്ഷെ വിവാഹ ദിവസവും സൽക്കാര ദിവസവും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ക്ഷണിക്കാതെ ആളുകൾ വരുന്ന ഒരു ദിവസമുണ്ട്, കേട്ടറിഞ്ഞ് വരുന്ന ഒരു ദിവസം. ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങളാണ് അണിഞ്ഞത്, എന്നാൽ നമ്മുടെ വസ്ത്രം മറ്റുള്ളവർ അണിയിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ടോയ്ലറ്റിൽ നമ്മൾ സ്വയമാണ് പോയത്, എന്നാൽ ചരിച്ചു കിടത്തി ഇടത് കയ്യിൽ ശീല ചുറ്റി നമ്മുടെ വയറിനമർത്തി നമ്മുടെ മാലിന്യം മറ്റുള്ളവർ നീക്കം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ഏത് യാത്രയിലും ഭാര്യയോട് ചോദിക്കും നീ വരുന്നോ, മക്കളോട് ചോദിക്കും നിങ്ങൾ വരുന്നോ. ആരെയും കൂടെ കൂട്ടാൻ സാധിക്കാത്ത ഒരു യാത്ര വരാനുണ്ട്. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ സ്വീകരണ റൂമിൽ ഒരു പലകയുടെ മുകളിൽ കിടത്തി വെള്ളത്തുണി കൊണ്ട് മൂടി ആളുകൾ കാണാൻ വരുന്ന ഒരു ദിവസം. ആ ദിവസം പ്രധാനമാണ്. ആ ദിവസം കാണാൻ വന്ന ശേഷം മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സപ്പോട്ട മരത്തിന്റെ, മാവിന്റെ, മറ്റു മരങ്ങളുടെ ചുവട്ടിൽ 3-4 പേര് നിന്ന് പതുക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. അതാണ് നമ്മുടെ അന്ത്യം തീരുമാനിക്കുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകപ്പെട്ട സന്ദർഭത്തിൽ സഹാബത്ത് മയ്യത്തിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു സ്ഥിരപ്പെട്ടു. മറ്റൊരു സന്ദർഭം ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ തിന്മകളെ കുറിച്ച് ആളുകൾ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു സ്ഥിരപ്പെട്ടു. അഥവാ ആദ്യത്തെ ആൾക്ക് സ്വർഗം സ്ഥിരപ്പെട്ടു, രണ്ടാമത്തെ ആൾക്ക് നരകം സ്ഥിരപ്പെട്ടു എന്ന്. നമ്മുടെ മയ്യത്ത് കിടത്തപ്പെടുന്ന ദിവസം എന്താണ് ആളുകൾ പറയുക, അതാണ് നമ്മുടെ പരലോകം തീരുമാനിക്കുന്നത്. നാടിന്റെ വിളക്കായിരുന്നു, എല്ലാ നന്മയുടെയും മുമ്പിൽ നിന്ന മനുഷ്യരായിരുന്നു. ഒരുപാട് നന്മകൾ വാരി വിതറിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ യാത്ര പോയത് എന്നതാണോ? അതല്ല. 6 മാസം മുമ്പ് 10,000 വാങ്ങി ഇന്നേ വരെ തിരിച്ചു തന്നിട്ടില്ല, പലതവണ പറഞ്ഞു പറ്റിച്ചു. റെന്റ് വാടക എഗ്രിമെന്റ് എഴുതി റൂം വാങ്ങിയിരുന്നു, എഗ്രിമെന്റ് പുതുക്കിയില്ല, എന്നെ പറ്റിച്ചു. എന്റെ മകളുടെ വിവാഹം മുടക്കി, എന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു. ഇങ്ങനെയുള്ള ഓർമ്മകളാണോ നമ്മൾ ആളുകളുടെ മനസ്സിൽ ബാക്കി വെച്ച് വിട്ടേച്ചു പോകുന്നത്? സൂറത്തു ദുഹാൻ 29-ാമത്തെ ആയത്ത്, ഫിർഔനും കൂട്ടരും മുങ്ങി മരിച്ചു വെള്ളത്തിൽ. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ആകാശവും ഭൂമിയും ഫിർഔനും കൂട്ടർക്കും വേണ്ടി കരഞ്ഞില്ല, ഫിർഔന് വേണ്ടി കരഞ്ഞില്ല. സഹാബത്ത് ചോദിച്ചു ആകാശവും ഭൂമിയും കരയുകയോ എന്ന്. റസൂലുള്ളാഹി പറഞ്ഞു അതെ, വിശ്വാസിയായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആകാശ ഭൂമികൾ കരയും. സത്യനിഷേധി മരിക്കുമ്പോ കരയില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു വഇന്ന ഫിസ്സമാഇ ബാബാൻ, വാനലോകത്ത് 2 വാതിലുകളുണ്ട്. ഒന്ന് മനുഷ്യനിലേക്ക്, വിശ്വാസിയിലേക്ക് അല്ലാഹുവിന്റെ വിഭവങ്ങൾ ഇറങ്ങുന്ന വാതിൽ. 2 വിശ്വാസിയായ മനുഷ്യന്റെ കർമ്മങ്ങളും ദിക്റുകളും റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന വാതിൽ. വിശ്വാസി മരണപ്പെടുമ്പോ ആ 2 വാതിലും കൊട്ടിയടക്കപ്പെടും. അപ്പോഴാണ് ആകാശ ഭൂമികൾ കരയുക. ഒന്നുകൂടി വിശദീകരിച്ചു പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, 40ഓളം ദിനങ്ങൾ ഭൂമി കരഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളം? ഹത്താ മുസല്ലാ,
അവന്റെ മുസല്ല വരെ, ആ കണ്ണീർ കുതിർന്ന മുസല്ലയിൽ മയ്യത്തെടുക്കപ്പെട്ട ദിവസം പിന്നെ സുജൂദ് നടക്കുന്നില്ല. അതുവരെ ഓതിയ ഖുർആനിന്റെ കോപ്പി അവന്റെ മയ്യത്തെടുക്കപ്പെട്ട ദിവസം മുതൽ അവിടെ വെറുതെ കിടക്കുകയാണ്. ആ ഖുർആൻ കരയും, ആ മുസല്ല കരയും. പള്ളിയിലേക്ക് നടന്നുപോയ കല്ലും മണ്ണും ഒക്കെ നമ്മുടെ കാലിന്റെ സ്പർശമേറ്റ് പുളകിതമായി നമ്മുടെ മയ്യത്തെടുക്കപ്പെട്ടതോടെ അത് നഷ്ടപ്പെടുമ്പോ ആ കല്ലും മണ്ണും കരയും. ആകാശവും ഭൂമിയും കരയുന്ന ഒരു മരണത്തിന്റെ ഉടമയാകാൻ സാധിക്കുക, അതാണ് സഹോദരങ്ങളെ സൗഭാഗ്യം. അതിനെന്ത് വേണം? അള്ളാഹു നൽകിയ പരിമിതമായ ആയുസ് നന്മക്ക് വേണ്ടി റബ്ബിനെ ഓർക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ, ചുറ്റിലുമുള്ള ആളുകൾക്ക് നന്മ വിതറാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായ ആ മരണത്തിന്റെ സൗഭാഗ്യം നമുക്ക് ലഭിക്കും. അതാഗ്രഹിക്കുകയും ജീവിതത്തെ നമ്മൾ ആ വിധത്തിൽ പാകപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ നീ സംസ്കരിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ എത്രയും വേഗം നീ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കണമേ നാഥ. ഇനി മരണമാണ് അവർക്ക് ഉത്തമമെങ്കിൽ ഈമാനോടുകൂടിയുള്ള മരണം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് സാമ്പത്തികമായ പ്രയാസങ്ങളും കുടുംബപരമായ പല കാരണങ്ങളാലും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മഹത്തായ നിന്റെ കാരുണ്യം കൊണ്ട് നീ ദൂരീകരിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഈ രാജ്യത്തും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും സമാധാനമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ നീ സഹായിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. اللهم أحينا على الكتاب والسنة وامتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.